മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ കിളിയേ കിളിയേ മണിമണി മേഘത്തൊട്ടിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തൊട്ടിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ മണിമണി മേഘത്തൊട്ടിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തൊട്ടിൽ ഒരു മലർന്നുള്ളാൻ പോകും ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തൊട്ടിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഇളയരാജയുടെ ഒരു കുട്ടി ഫാൻ. ചോദിക്കാം ചേട്ടനോട് ചേച്ചിമാരോടും. എനിക്ക് ഒറ്റ കാര്യം, എനിക്ക് ആദ്യം ലക്ഷ്മിയുടെ അഭിപ്രായം അറിയണം. മനോഹരമായിട്ട് ഗംഭീരമായിട്ട് കൊടൂരമായിട്ട് പാടി. അഭിപ്രായം പറയൂ. വളരെ ഗംഭീരമായിരുന്നു, ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയാ, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. ആള് കുറച്ച് ക്വയറ്റ് ആണെന്ന് തോന്നുന്നു, കാണുമ്പോൾ തന്നെ അറിയാം. ആള് ഭയങ്കര ക്വയറ്റാണോ വീട്ടിലൊക്കെ? ക്വയറ്റാണ്. അച്ഛൻ്റെ അതേ സൗണ്ടും പ്രാകൃതമാണെന്ന് തോന്നുന്നു. നോക്ക് അമ്മു. എനിക്ക് എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി, നല്ല വോയിസ് ആണ്.
പിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാ സാറിനെയാണ്. എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് രാജാ സാർ കമ്പോസ് ചെയ്ത ഒരു സോങ്ങിൽ അഭിനയിക്കാനായിട്ട് ഒരു പടത്തിൽ ദഫേദാർ എന്ന് പറഞ്ഞ മൂവിയിൽ. സോ അതിൽ ഒരു ഫുൾ സോങ് സോളോ സോങ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സോ രാജു സാറിനെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ ഓർമ്മ വന്നത്. ഭയങ്കര നന്നായിട്ട് പാടി. ഇനി വരുന്ന റൗണ്ട്സിൽ ഇതിലും സാറിൻ്റെ നല്ല നല്ല സോങ്സ് ആയിട്ട് വരാം. ഓക്കെ, അത് സൗഭാഗ്യ കിളി പോലെ നിന്നുകൊണ്ട് ഒരു കിളിയെ കിളിയെ സോങ് പാടി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പോർഷൻ ഒന്നുകൂടെ പാടാമോ? മിനിമോൾ തൻ മിനിമോൾ തൻ ചിരി കാണാൻ കിളിമകളെ നിറലഴമേ നിന്നുമൽ പൊൻതുവലൊന്നു നീ താത്ത. ഇതാണ് ഇളയരാജ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കെയിൽസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടായിരിക്കും കമ്പോസ് ചെയ്യുന്നത്. എല്ലാ സോങ്സിലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ലാൻഡിങ് ഭയങ്കര സ്മൂത്തായിട്ട് പാടി. മോൾക്ക് എത്ര വയസ്സായിപ്പോൾ? 10 വയസ്സിൽ ഈ ലാൻഡിംഗ് ഒക്കെ ഇത്രയും എഫർട്ട്ലെസ് ആയിട്ട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ടാലൻ്റ് ആണ് മോളെ. സോ ഗോഡ് ബ്ലെസ് യു, കീപ് ഇറ്റ് അപ്പ്. ഇനി നല്ല നല്ല സോങ്സ് തിരഞ്ഞെടുത്ത് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, എൻ്റെ ചേച്ചിക്ക് ഒരു ഹായ് കൊടുക്കുക ചേച്ചി. ഞാനോ വയ്യ. ഒരു 3 ദിവസം കൊണ്ടൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഇവിടെയൊക്കെ ലക്ഷ്മി ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ആ ചേച്ചിയുടെ പേരെന്താണ്? ഇടയ്ക്ക് മറന്നു പോകും. ജ്യോതിലക്ഷ്മിക്ക് എൻ്റെ ഒരു ഹായ്. എനിക്ക് നാടോ അതൊക്കെ. ഇതാ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ കൊച്ചിന് മൈക്ക് മേടിച്ചെന്തിനാ? ഹായ് പറയാൻ. ഹായ് ശരിയല്ലേ? മോന്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. നല്ല പറ്റിയ ആങ്കർ തന്നെ കിട്ടിയേട്ടാ ഇവര് ബെഞ്ചിന് ഫാൻ. ടെലികാസ്റ്റ് ചെയ്യാമോ? കുട്ടികൾക്ക് ഇതിലും ബുദ്ധി പോകുന്നുണ്ട്. ഹെവി. ഞാൻ അമ്മുന്റെയും സൗഭാഗ്യയുടെ സൈഡിലായി ഒഫീഷ്യലി. വേണ്ട